ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് മൈജിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കാണെങ്കിൽ വയ്യാത്ത കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളുടെ ഈ ഒരു കുഞ്ഞു വിശേഷം ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചു. നിങ്ങളപ്പം എന്നെ മറക്കൂലല്ലോ. നമ്മൾ മൈജിയിലേക്ക് പോയത് ഏട്ടനൊരു ഫോൺ മേടിക്കാനാണ് കേട്ടോ. ഏട്ടൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ആൾക്ക് ഫോണിൽ കോളൊന്നും വിളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു ഫോൺ മേടിച്ചു കൊടുക്കാനായിട്ടാണ് പോയത് കേട്ടോ. പനിയൊന്നും അങ്ങോട്ട് മാറാത്ത കാരണം കൊണ്ട് ഇന്ന് നമുക്ക് പാചക വീഡിയോ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും നമ്മുടെ വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ. വല്ലാത്ത കഫക്കെട്ട് കാരണം കുറേ നേരം സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദത്തിന് ഒരു കിതപ്പും ഇതൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ 2 ദിവസത്തേക്ക് വേണ്ടാന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോക്ക് വീഡിയോകളൊക്കെ നമുക്ക് അപ്പോൾ ഈ സമയത്ത് ഇറക്കാമല്ലോ. എന്നാലും ഞാൻ ഡബ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ മൈജിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി നമ്മളപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. നമ്മളെന്നും രാത്രിയിലാണ് കൂടുതൽ ഷോപ്പിങ്ങിന് പോവുക. നമ്മളുടെ കടയൊക്കെ അടച്ചിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂല്ലോ. അപ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 8:30-9 മണിക്ക് ആയി. പിന്നെ നമ്മൾ മൈജിയിൽ പോയി സാധനമൊക്കെ മേടിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കണത് ഓലെല്ലാണ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാന്ന്. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ് കേട്ടോ. തൃശ്ശൂർ പീച്ചി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയാമല്ലോ, പീച്ചി ഡാം. രാത്രിയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞാനും അമ്മയും കഴിക്കുന്ന ഭക്ഷണങ്ങൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് കൂടുതലും പച്ചക്കറി ചോറിനോടാണ് കേട്ടോ കൂടുതലും താല്പര്യം. അപ്പോൾ പകലൊക്കെ വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് ഇതേ ഓലയിൽ നല്ല സദ്യയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ പകൽ വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമ്മൾ രാത്രി ഫുഡേ നമുക്ക് നടക്കുകയുള്ളൂ. എന്ന് രാത്രി പുറത്ത് പോയാലും അമ്മയ്ക്ക് കിട്ടുന്നത് ഏകദേശം പൊറോട്ട തന്നെ ആയിരിക്കും കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ മാത്രമാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടാറുള്ളൂ. ഇന്ന് അമ്മയ്ക്ക് അച്ഛനും വാങ്ങിച്ചത് പൊറോട്ടയും മുട്ടക്കറിയും. ഏട്ടനും മക്കളും ഞാനും ഒന്ന് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. നല്ല ഭക്ഷണമായിരുന്നു. ഭക്ഷണത്തേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാവരും കൂടി പുറത്ത് പോകണത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലെല്ലാവരും കൂടി പുറത്ത് പോയി അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കേട്ടോ. എല്ലാവരും ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ബെൻഷിക്ക് എത്ര മക്കളാണ്? എനിക്ക് 2 മക്കളാണ് കേട്ടോ. മോൻ +2 പഠിക്കുന്നു, മോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മളുടെ വീഡിയോയിൽ എല്ലാവരും ഒരുമിച്ച് കിട്ടുകയെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില യാത്രകളിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഞാനും അമ്മയും അച്ഛനും ഏട്ടനും മാത്രമായിരിക്കില്ലേ ഉണ്ടാവുക. പിന്നെ വല്ലപ്പോഴും പാർക്കുട്ടി ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്.